അടുത്തത് എങ്ങനെയാണ് ഒരു ബയോഗ്യാസ് പ്ലാന്റ് എന്ന് നോക്കാം. ഒരു ബയോഗ്യാസ് പ്ലാന്റിൻ്റെ കൺസ്ട്രക്ഷനിൽ എന്തൊക്കെയാണ് ഇരിക്കുന്നത്? സോ ബയോഗ്യാസ് പ്ലാന്റിൽ ഒരു കോൺക്രീറ്റ് ടാങ്ക് ഉണ്ടാവും. ഒരു കോൺക്രീറ്റിൻ്റെ ടാങ്ക് ഉണ്ടായിരിക്കും. അതിന് 10 to 15 ഫീറ്റ് ഡീപ്പ്, 10 മുതൽ 15 ഫീറ്റ് ആഴത്തിലുള്ള അത്രയും വ്യാപ്തമുള്ള ആ ഡീപ്പായിട്ടുള്ള ഒരു കോൺക്രീറ്റ് ടാങ്ക് ഉണ്ടായിരിക്കും. ആ ടാങ്കിൽ നമ്മുടെ ബയോളജിക്കൽ വേസ്റ്റുകൾ, അതായത് ബയോ വേസ്റ്റ്, നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിൻ്റെ വേസ്റ്റുകളാണ് ഉദ്ദേശിക്കുന്നത്. ബയോ വേസ്റ്റ് ആർ കളക്റ്റഡ്. ഈ 10 മുതൽ 15 അടി ഡീപ്പായിട്ടുള്ള കോൺക്രീറ്റ് ടാങ്കിൽ ബയോ വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സ്ലറി ഓഫ് ഡങ് ഈസ് ഫെഡ്. നമ്മൾ പറഞ്ഞു കൗ ഡങ്, കാറ്റിൽ ഡങ്. സോ കാറ്റിൽ ഡങ്ങിൻ്റെ ആ സ്ലറി അതിൽ ആഡ് ചെയ്യുന്നു. സോ സ്ലറി ഓഫ് ഡങ് ഈസ് ഫെഡ്. അതുപോലെ ബയോ വേസ്റ്റുകളും കളക്റ്റഡ് ആണ്. സോ ഒരു കോൺക്രീറ്റ് ടാങ്ക് എടുത്ത് അതിൽ 10 മുതൽ 15 അടി ഫീറ്റ് ഡീപ്പായിട്ടുള്ള ഒരു കോൺക്രീറ്റ് ടാങ്കിൽ ബയോ വേസ്റ്റുകളും അതുപോലെ സ്ലറി ഓഫ് ഡങ്ങും അതിൽ ആഡ് ചെയ്യുന്നു. അതിന് മേലെ, ഈ ടാങ്കിന് മേലെ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു കവർ വെക്കുന്നു. സോ ഫ്ലോട്ടിംഗ് കവർ അതിൻ്റെ മേലെ വെക്കുന്നു ഓവർ ദ സ്ലറി. ഈ സ്ലറി ഓഫ് ഡങ്ങിൻ്റെ മേലെ ഒരു ഫ്ലോട്ടിംഗ് കവർ വെക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ഫ്ലോട്ടിംഗ് കവർ, സ്ലറിയുടെ മേലെയുള്ള ആ സ്ലറി എന്ന് പറയുന്നത് നമ്മുടെ സ്ലറി ഓഫ് ഡങ് എന്നാണ്. അതിൻ്റെ മേലെ ഫ്ലോട്ടിംഗ് കവർ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കീപ്പ് ഓൺ റൈസ്. ഇത് ആ കവർ പൊങ്ങിക്കൊണ്ടിരിക്കും. ഇതിനനുസരിച്ച് കീപ്പ് ഓൺ റൈസ് ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ടാങ്ക്. ആ ടാങ്കിൽ, കോൺക്രീറ്റ് ടാങ്കിൽ ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഫ്ലോട്ടിംഗ് കവർ, സ്ലറിയുടെ മേലെയുള്ള ഫ്ലോട്ടിംഗ് കവർ ഇങ്ങനെ പൊങ്ങുന്നു, കീപ്പ് ഓൺ റൈസ്. സോ ഡ്യൂ ടു മൈക്രോബിയൽ ആക്ടിവിറ്റി, നമുക്കറിയാം ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മൈക്രോബിയൽ ആക്ടിവിറ്റി കാരണം. സോ മൈക്രോബിയൽ ആക്ടിവിറ്റി മൂലമുണ്ടാകുന്ന ഗ്യാസ് ആ ടാങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ സ്ലറിയുടെ മേലെയുള്ള ഈ ഫ്ലോട്ടിംഗ് കവർ പൊങ്ങുന്നു. പിന്നെ ഈ ടാങ്കിൽ നിന്ന് ഒരു ഔട്ട്ലെറ്റ്, സോ ആൻ ഔട്ട്ലെറ്റ് ഈസ് കണക്റ്റഡ് ടു ദ പൈപ്പ്. ടാങ്കിൽ നിന്ന് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ആ ഔട്ട്ലെറ്റ് പൈപ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു സപ്ലൈ ബയോഗ്യാസ് ടു നിയർ ബൈ ഹൗസസ്. സോ ഈ കോൺക്രീറ്റ് ടാങ്കിൽ നിന്ന് ഒരു ഔട്ട്ലെറ്റ് കൊടുത്ത്, ഒരു പൈപ്പ് കണക്ഷൻ കൊടുത്ത്, ആ പൈപ്പിൽ നിന്ന് ബയോഗ്യാസ് സപ്ലൈ, അടുത്തുള്ള ഹൗസുകളിലേക്കുള്ള സപ്ലൈ, ബയോഗ്യാസ് സപ്ലൈ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ യൂസ് ചെയ്ത സ്ലറി, വൺസ് ഈ പറഞ്ഞ ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വട്ടം ഉപയോഗിച്ച ആ സ്പെൻഡ് സ്ലറി എന്ത് ചെയ്യുന്നു? റിമൂവ്ഡ് ആൻഡ് ടു ദ അനദർ ഔട്ട്ലെറ്റ്. യൂസ് ചെയ്ത സ്ലറി റിമൂവ് ചെയ്ത് വേറൊരു ഔട്ട്ലെറ്റിലേക്ക് മാറ്റുന്നു. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഫെർട്ടിലൈസർ. വൺസ് യൂസ് ചെയ്ത സ്ലറി വേറൊരു ഔട്ട്ലെറ്റിലൂടെ കളക്ട് ചെയ്ത് റിമൂവ് ചെയ്ത് അതിനെ ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കുന്നു. എന്നിട്ട് നമ്മൾക്ക് കിട്ടിയ ഈ ബയോഗ്യാസ്, നമ്മൾ പറഞ്ഞില്ലേ ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആ ബയോഗ്യാസ് അടുത്ത ഹൗസുകളിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ത്രൂ എ പൈപ്പ്. സോ ആ ബയോഗ്യാസ് കുക്കിങ്ങിന് വേണ്ടിയും ലൈറ്റിങ്ങിന് വേണ്ടിയും ഉപയോഗിക്കുന്നു. ഈ ബയോഗ്യാസിൻ്റെ ഈ ടെക്നോളജി പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നുള്ളത്, ടെക്നോളജി ഓഫ് ബയോഗ്യാസ് പ്രൊഡക്ഷൻ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത്, ഇന്ത്യയിൽ ഈ ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് മെയിൻലി 2 ഇതിൻ്റെ എഫേർട്ട് കാരണം. അതിലൊന്ന് IARI, ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ, KVIC. സോ ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ IARI, അതുപോലെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ അഥവാ KVIC, ഇത് രണ്ടുപേരുടെയും എഫേർട്ട് കാരണമാണ് നമ്മുടെ ഈ ബയോഗ്യാസ് പ്രൊഡക്ഷൻ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തത്. സോ ആ ടെക്നോളജി, ബയോഗ്യാസ് പ്രൊഡക്ഷൻ്റെ ടെക്നോളജി ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തതിന് ഈ 2 ഇതാണ് കാരണം. ഏതൊക്കെയാണ്? IARI ആൻഡ് KVIC, ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ, ഈ 2 പേരുടെയും ഒരു പങ്കാളിത്തത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഈ ബയോഗ്യാസ് പ്രൊഡക്ഷൻ്റെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തത്. സോ ബയോഗ്യാസ് പ്ലാന്റിൽ എത്രയേ ഉള്ളൂ? ഒരു കോൺക്രീറ്റ് ടാങ്ക് ഉണ്ടായിരിക്കും, 10 മുതൽ 15 ഫീറ്റ് ഡീപ്പിലുള്ള ഒരു ടാങ്ക് ഉണ്ടായിരിക്കും. ആ ടാങ്കിൽ ബയോ വേസ്റ്റുകളും അതുപോലെ സ്ലറി ഓഫ് ഡങ്ങും, ആ ഡങ്ങിൻ്റെ സ്ലറിയും ആഡ് ചെയ്യുന്നു. ഇപ്പോൾ കിട്ടുന്ന കൗ ഡങ്, കാറ്റൽ ഡങ് അല്ലേ, അതിൻ്റെ സ്ലറി ആക്കിയിട്ടാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ആ
സ്ലറിയുടെ മേലെ ഒരു ഫ്ലോട്ടിംഗ് കവർ വെക്കുന്നു. ആ ഫ്ലോട്ടിംഗ് കവർ ഇടയ്ക്കിടയ്ക്ക് കീപ്പ് ഓൺ റൈസ്. ബയോഗ്യാസ് പ്രൊഡക്ഷൻസ്, ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടാങ്ക് ബിക്കോസ് ഓഫ് ദ മൈക്രോബിയൽ ആക്ടിവിറ്റി. മൈക്രോബിയൽ ആക്ടിവിറ്റി മൂലം ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസിൻ്റെ ആ ലെവൽ അനുസരിച്ച് ഈ മേലെ വെച്ച ഫ്ലോട്ടിംഗ് കവർ ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ കീപ്പ് ഓൺ റൈസ്. അപ്പോൾ അത് റൈസ് ചെയ്യുന്നതിൻ്റെ അർത്ഥം ഇവിടെ ബയോഗ്യാസ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കോൺക്രീറ്റ് ടാങ്കിൽ നിന്നൊരു ഔട്ട്ലെറ്റ് ഇട്ടിട്ടുണ്ട്. അതൊരു പൈപ്പിലേക്ക് കണക്ട് ചെയ്തിട്ട് ബയോഗ്യാസ് അടുത്തുള്ള വീടുകളിലേക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. അതുപോലെ വൺസ് ഉപയോഗിച്ച് കഴിഞ്ഞ സ്ലറി എന്ത് ചെയ്യുന്നു, അതിനെ വേറൊരു ഔട്ട്ലെറ്റിലൂടെ റിമൂവ് ചെയ്ത് ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യുന്നു. നിങ്ങളുടെ സ്കൂള് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വില്ലേജിലോ അല്ലെങ്കിൽ വില്ലേജിനടുത്താണെങ്കിൽ, നിങ്ങളുടെ സ്കൂൾ ഒരു വില്ലേജിലോ വില്ലേജിൻ്റെ അടുത്താണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ അവിടെ ഏതെങ്കിലും ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടോ, നിയർ ബൈ സ്കൂൾ അല്ലെങ്കിൽ അതിൻ്റെ ഏരിയയിലോ ഏതെങ്കിലും ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ പറ്റുമെങ്കിൽ ഒരു ബയോഗ്യാസ് പ്ലാന്റ് വിസിറ്റ് ചെയ്യുക. അതുപോലെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുക. അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ആളുകൾ ആരാണ്, ആക്ച്വലി ഈ ബയോഗ്യാസ് പ്ലാന്റ് ആരാണ് മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നേരിട്ടറിയാൻ പറ്റാൻ വേണ്ടിയിട്ട് ഒരു ബയോഗ്യാസ് പ്ലാന്റ് വിസിറ്റ് ചെയ്യുന്നതും നന്നായിരിക്കും.